കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭീഷ്മരുടെ തീരുമാനങ്ങൾ മാറ്റിയിരുന്നെങ്കിൽ എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ, ഭീഷ്മരുടെ തെറ്റായ തീരുമാനങ്ങൾ ഇല്ലെങ്കിൽ തീരുമാനങ്ങൾ മാറ്റാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അല്ലേ. വാശി, ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഞാനൊരു വാക്ക് പറഞ്ഞു, അതിൽ ഇനി ഒരു മാറ്റമില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സാഹചര്യം മാറുമ്പോൾ ചിലപ്പോൾ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ ആ സമയത്ത് തെറ്റാണ് എന്ന് തിരിയുമ്പം മനസ്സിലാവുമ്പം നമ്മൾ തീരുമാനങ്ങൾ മാറ്റണം, എന്നാലേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അത് സാധാരണ വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമല്ല, അല്ലാത്ത ജീവിതത്തിൽ, സാധനാ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ആവശ്യമായ തിരുത്തലുകൾ എപ്പോഴും വേണം എന്നുള്ള. രണ്ട് വിധത്തിലുള്ള ഭക്തിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഒന്ന്, ഭഗവാനോടൊപ്പം ഉണ്ടായിട്ടും ക്ലേശങ്ങൾ അനുഭവിച്ച ഭക്തി, പാണ്ഡവന്മാരുടെ ഭക്തി. മറ്റൊരു ഭക്തി, ഭഗവാനോട് യുദ്ധത്തിൽ എതിരിട്ടിട്ടും ഭഗവാൻ കൂടെ ഉണ്ട്, കാണുന്നതിലെല്ലാം ഭഗവാനെ കണ്ട ഭക്തി. ഒന്നിൽ ക്ലേശങ്ങൾ ഉണ്ടായിരുന്നു, ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും. മറ്റൊന്ന് ഭഗവാൻ എതിരാളിയായിട്ടും ക്ലേശങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. രണ്ട് വിധത്തിലുള്ള ഭക്തി. ഒന്നിൽ രൂപത്തിനെ കണ്ടു, മറ്റേ ഭക്തിയിൽ തത്വത്തിനെ കണ്ടു. തത്വത്തിലെ ഭക്തി, ഇതാണ് വേണ്ടത്. അപ്പൊ ഇതിലൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർമ്മം അല്ല പ്രാധാന്യം, കർമ്മത്തിന്റെ പിന്നിലുള്ള മനോഭാവത്തിനാണ് പ്രാധാന്യം മനസ്സിലാവും. അപ്പൊ ഈ മനോഭാവമാണ് വളർത്തിയെടുക്കേണ്ടത്. ശരിയായ മനോഭാവത്തിലൂടെ വേണ്ട കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ആണ് ഇനി ഭീഷ്മസ്തുതിയിലൂടെ വ്യാസമഹർഷി നമുക്ക് പറഞ്ഞു തരുന്നത്. ഭീഷ്മരുടെ വാക്കുകൾ എടുത്ത് പഠിക്കണം. സ്തുതിച്ചു എന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് പല സ്തുതിയും കേട്ടിട്ടുണ്ടാവും. ഭഗവാനെ നോക്കിയിട്ട് അങ്ങ് മഹാത്മാവാണ്, അങ്ങ് ഇന്ന ചെയ്തു, അങ്ങ് ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതി കേട്ട് സന്തോഷിക്കുന്ന ഭഗവാനല്ല ഹൈന്ദവ ദർശനത്തിലെ ഭഗവാൻ. അല്ല, അതൊക്കെ മതങ്ങളിലുള്ളൂ. ഭഗവാനെ സ്തുതിക്കുക, സ്തുതിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുന്ന ദൈവങ്ങളൊക്കെ മതങ്ങളിലുള്ളൂ. നമ്മൾ ഈശ്വരനെ സ്തുതിക്കുന്നത് ഈശ്വര മാഹാത്മ്യം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വര മാഹാത്മ്യം ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണോ, ഏതൊരു ചൈതന്യം സൃഷ്ടിയുടെ ഭാഗമാണോ, അതിൻ്റെ മാഹാത്മ്യം ഇതൊക്കെ തന്നെയാണ് എന്ന് ഓർമ്മിക്കലാണ്. അപ്പോഴേ നമുക്ക് നമ്മളുടേതായ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു തീരുമാനങ്ങളോ ചിന്തകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്നൊരു ചെറിയ വൃത്തത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോഴേ നമുക്ക് പ്രശ്നങ്ങളുള്ളൂ. വിശാലമായൊരു തലത്തിലേക്ക് ഇതിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്നുള്ളത്. ഭഗവാൻ പറഞ്ഞതുപോലെ നിമിത്തമാത്രം ഭവ സവ്യസാചി എന്ന് ഭഗവാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഇത് ഈ സിസ്റ്റമൊക്കെ ഞാൻ സങ്കല്പിച്ച പോലെ നടക്കുന്നു, നീ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കൂ എന്നുള്ളതാണ്. ഇതേ കാര്യങ്ങൾ പലതും നമ്മൾ ഭീഷ്മസ്തുതിയിൽ ഭീഷ്മരുടെ വാക്കുകളായിട്ട് കാണും. ഭീഷ്മർ പറഞ്ഞു, ഇതാ എൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് ഭഗവാൻ സ്വന്തം രൂപം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതാ എൻ്റെ സമീപത്ത് വന്നിരിക്കുന്നു, ഭഗവാൻ എത്തിയിരിക്കുന്നു. ഇത് ഭഗവാന്റെ കൃപ തന്നെ, ഈശ്വര കൃപ. എന്താ ഈ അന്ത്യകാലത്ത് ഭഗവാൻ വന്നതിൻ്റെ പ്രത്യേകത? നമ്മളെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് അന്ത്യകാലത്ത് ഏതൊരു ചിന്തയോടു കൂടിയാണോ, ഏതൊരു ചിന്തയാണോ പ്രബലമായിട്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അടുത്ത അനുഭവ മണ്ഡലങ്ങൾ രൂപപ്പെടുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മളുടെ ഈ അനുഭവം നോക്കിയാലും അറിയാലോ, ഇത്ര നേരം നമ്മൾ മറ്റു പല കർമ്മങ്ങളിലും വ്യാപൃതരായിരുന്നു. അവിടുന്ന് മാറി ഇപ്പോൾ ഭാഗവതം ക്ലാസ്സിൽ പോകണം എന്നൊരു തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിൻ്റെ ഒരു അനുഭവ മണ്ഡലം ഇപ്പോൾ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. ഇതുപോലെ തന്നെ ദേഹാന്തര പ്രാപ്തിയിലും പറഞ്ഞിരിക്കുന്നത് അടുത്ത അനുഭവ മണ്ഡലം എങ്ങനെ രൂപപ്പെടണം എന്നുള്ളത് നമുക്ക് ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ അനുഭവ മണ്ഡലത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഭഗവാൻ പറയണു, അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. നമ്മളൊക്കെ പല പ്രാവശ്യം കേട്ട ശ്ലോകമാണ്, 8-ാം അധ്യായത്തിലുള്ള ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ. അന്ത്യകാലത്ത് എങ്ങനെയാണോ ചിന്ത അതുപോലെയാണ്.
കാര്യങ്ങൾ. ഭഗവാനെ ചിന്തിച്ചു കൊണ്ടുപോയാൽ ഭഗവാന്റെ അടുത്ത് എത്തിപ്പെടും എന്ന് പറയണം. ഇവിടെ ഭഗവാൻ നേരെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ശ്രീകൃഷ്ണ രൂപം കണ്ടുകൊണ്ട് ദേഹം വെടിയാനുള്ളൊരു അവസരം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അതിൽ തന്നെ. ഈ അവസാന നിമിഷങ്ങൾ എപ്രകാരമായിരിക്കണമെന്നും ഒരു യഥാർത്ഥ ഭക്ത മനസ്സ് എങ്ങനെയായിരിക്കണം, പ്രത്യേകിച്ചും ഭീഷ്മരുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ക്ഷാത്രഗുണം കൂടുതലുള്ള മനസ്സാണ്, ക്ഷത്രിയ ധർമ്മമാണ് കൂടുതലുള്ളത്. ഭക്തന്മാർ സാത്വികരായിട്ടുള്ള ഭക്തരുടെ കാര്യം വിടും, അതിപ്പോൾ എല്ലാവരും ആ തലത്തിലൊന്നല്ല. നമ്മളൊക്കെ ക്ഷാത്രഗുണങ്ങൾ കൂടുതലുള്ളവരാണ്, പോരാടി ജീവിക്കുന്നവരാണ് ജീവിത സാഹചര്യങ്ങളോട് കൂടി. സത്വഗുണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിലൊക്കെ ക്ഷാത്രഗുണം തന്നെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ക്ഷാത്രധർമ്മത്തിലുള്ള ഒരു ഭക്ത മനസ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഭീഷ്മർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഭീഷ്മസ്തുതിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി അതിലത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ സ്തുതി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്. ഭീഷ്മര് ഭഗവാനെ കാണുന്നത് ചതുർഭുജ രൂപത്തിലാണ്, 4 കൈകളുള്ള. മറ്റുള്ളവർ ഭീഷ്മര് ശ്രീകൃഷ്ണനെ കാണുന്നത് 4 കൈകളുള്ള രൂപത്തിൽ, മറ്റുള്ളവർ ശ്രീകൃഷ്ണനെ കാണുന്ന 2 കൈയുള്ള കൃഷ്ണനെ സാധാരണ രൂപത്തിൽ. അവിടെ എങ്ങനെയാണോ വന്നത് അതുപോലെ അവർ കണ്ടുള്ളൂ. പക്ഷെ ഭീഷ്മർ ഈ അന്ത്യകാലത്ത് നിൽക്കുന്ന, അത് ശരീരത്തിൽ വേദന, ശർശയെ കിടക്കില്ല, ഈ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ശാന്തമായ മനസ്സോടുകൂടി ഭഗവാനെ നോക്കിയപ്പോൾ, പ്രാർത്ഥിച്ചപ്പം ഭഗവാന്റെ 4 ഭുജങ്ങളുള്ള രൂപം കണ്ടു. ഒരേ സമയത്ത് ഒരു വ്യക്തി 2 രൂപം കാണുന്നത് എങ്ങനെ? അങ്ങനൊരു ചോദ്യം വരും. അല്ല, ശ്രീകൃഷ്ണൻ 2 ആയിട്ടില്ല, ഒരു ശ്രീകൃഷ്ണനേ ഉള്ളൂ അവിടെ. അപ്പോൾ 2 രൂപത്തിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ കാഴ്ച മനോഭാവത്തിനനുസരിച്ചിട്ടാണ്. ചിലർ നഗ്ന നേത്രങ്ങളെ കൊണ്ട്, കണ്ണുകളെ കൊണ്ട് നേരിട്ട് കാണുന്നു, ചിലർ മനക്കണ്ണുകൊണ്ട് കാണുന്നു, അറിവിൻ്റെ കണ്ണിലൂടെ കാണുന്നു, ഇല്ലെങ്കിൽ ധ്യാനത്തിൽ കാണുന്നു. ധ്യാനത്തിൽ നമുക്ക് ഏത് രൂപത്തിലും സങ്കല്പിക്കാം. അപ്പം ഭീഷ്മർ പിന്നെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ഈ രൂപം പ്രദർശിപ്പിച്ചു തന്നല്ലോ, എൻ്റെ ധ്യാനരൂപം പ്രദർശിപ്പിച്ചു തന്നല്ലോ. ചതുർഭുജങ്ങൾ 4 പുരുഷാർത്ഥത്തിനെ കാണിക്കുന്നു എന്നാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതെല്ലാം ഭഗവാന്റെ അംശമാണെന്ന്. അപ്പോൾ സകല കർമ്മങ്ങളും, നമ്മളുടെ സകല കർമ്മങ്ങളും ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഈ ജീവിതം, കർമ്മം എന്ന് പറഞ്ഞാൽ ജീവിതം, ഈ കർമ്മത്തിൻ്റെ ആകത്തുകയാണ് ജീവിതം. അത് ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭഗവാന്റെ ചതുർഭുജ രൂപം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ല 4 കൈയുള്ള ഒരു ഗുരുവായൂരപ്പനെ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടെന്നല്ല. ആ വിചാരിക്കുന്നതോടൊപ്പം തത്വത്തിൽ നമ്മൾ വിചാരിക്കണം, എൻ്റെ ജീവിതം ഭഗവാന്റെ സങ്കല്പത്തിൻ്റെ അംശമാണ്, അതിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാവണം. അങ്ങനെ ഒരു മനോഭാവത്തിൽ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ കാഴ്ചകൾ കാണേണ്ടത്. അറിവിൻ്റെ കണ്ണിലൂടെ കാണുക എന്ന് പറയും. ഇതൊക്കെ ഭീഷ്മരുടെ സ്തുതിയിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. നമ്മളുടെ മനോഭാവം, ഇത് ഈ രൂപം കാണിച്ചു എന്ന് ഭാഗവത്തിൽ പറഞ്ഞാലും നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മനോഭാവത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവണം. നമ്മളല്ലാതെ അമ്പലത്തിൽ പോയി കുറേ പ്രാർത്ഥിച്ചു, ഇല്ലെങ്കിൽ കുറേ പുസ്തകം വായിച്ചു, കുറേ അവിടെ ഇരുന്ന് ശ്ലോകങ്ങൾ ചൊല്ലി, അതല്ല വേണ്ട. എൻ്റെ മനസ്സ് മാറുന്നുണ്ടോ, എനിക്ക് ചിത്തശുദ്ധി വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു അവലോകനം ഉള്ളിലേക്ക് നോക്കണം എന്നുള്ളതാണ്. ഭീഷ്മർ മരിക്കുന്നത് ഇല്ലെങ്കിൽ ഉത്തരായണം കാത്തു കിടന്നു എന്നൊക്കെയാണ് പറയുക. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഉത്തരായണം എന്ന് പറഞ്ഞാൽ ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് മാറുന്ന കാലമാണ്. അത് കലണ്ടറിലെ കാലമല്ല, ധ്യാനാഭ്യാസത്തിലാണ് സംഭവിക്കേണ്ടത്. കർമ്മവാസനകൾ പൂർണ്ണമായി ക്ഷയിക്കുക, അപ്പോഴാണ് ഉത്തരായണം എന്ന തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അത് കലണ്ടറിലല്ല, അത് നമ്മളുടെ പ്രവൃത്തി കൂടിയും അറിവ് കൂടിയാണ് വേണ്ടത്. അങ്ങനെ ഭീഷ്മർ അതിന് തയ്യാറായി. കർമ്മവാസനകളുടെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് ഈ രൂപങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ശ്രീകൃഷ്ണനോട് ഇനി എൻ്റെ കണ്ണിൽ നിന്ന് മറയരുത്, ഇവിടെ തന്നെ വേണം, എൻ്റെ അന്ത്യകാലമായി എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. അത് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ പറയുന്നത്. ഭീഷ്മരുടെ
അന്ത്യനിമിഷങ്ങൾ നമ്മൾക്ക് എന്തെല്ലാം പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയുന്നത് ഏറ്റവും ശുദ്ധമായ ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള ധാരണയാൽ അശുഭം ഒഴിഞ്ഞു. അശുഭം ഒഴിയുമ്പം ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള ധാരണ കൊണ്ടാണ് അശുഭം ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ അശുഭങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളിതൊന്ന് ഓർമ്മിക്കണം. ഞാൻ ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള ധാരണ വിട്ടിട്ടുണ്ട്. ഭഗവത് സ്വരൂപം എന്താണ്? ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നറിയലാണ് ഭഗവത് സ്വരൂപം. എനിക്ക് ശുഭമോ അശുഭമോ ആയിട്ടുള്ള അനുഭവങ്ങളെ ഞാൻ എൻ്റെ അഹങ്കാരത്തിൻ്റെ തലത്തിൽ നിന്നിട്ടാണ് അവലോകനം ചെയ്യുന്നത്. അത് കാരണമാണ് എനിക്ക് അത് നല്ലത് ചീത്ത എന്ന വിധത്തിൽ പറയുന്നത്. എനിക്ക് മോശമായത് ചിലപ്പം മറ്റുള്ളവർക്ക് നന്നായിട്ടായിരിക്കും, നല്ല അനുഭവമായിരിക്കും. അപ്പോൾ ഒരു അനുഭവമല്ല നല്ലതോ ചീത്തയാവുന്നത്, അനുഭവത്തിനെ നമ്മൾ മനസ്സിലാക്കുന്ന വിധമാണ്. എല്ലാം ഭഗവത് സങ്കല്പമാണ് അല്ലെങ്കിൽ എല്ലാം ഭഗവാന്റെ രൂപമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നല്ലതും ചീത്തയും എന്നുള്ള പ്രശ്നമേ വരുന്നില്ല അവിടെ. അതുകൊണ്ടാണ് അശുഭം ഒഴിഞ്ഞു എന്ന് പറയുന്നത്. പിന്നെ പറയുന്നു, അവിടുന്ന് പ്രകൃതിയെ സ്വീകരിക്കുമ്പോഴാണല്ലോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത്. അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങൾ ഭീഷ്മർ എടുത്തു പറയുന്നുണ്ട് ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച്. അവിടുന്ന് പ്രകൃതിയെ സ്വീകരിക്കുമ്പോഴാണല്ലോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത്. ഈ ദേഹം സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് പ്രകൃതിയാണ്. പ്രകൃതി ചലിക്കുന്നത് പുരുഷനിലാണ്. പുരുഷൻ പ്രകൃതി, ഇത് കപിലമുനിയുടെ ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കാൻ പോകുന്നുള്ളതിൽ പറയും പ്രകൃതിയും പുരുഷനും കൂടിയുള്ള വ്യത്യാസം. അപ്പോൾ പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് ഈ ദേഹം ഉണ്ടായിരിക്കുന്നത്. അതിന് ആധാരമായിരിക്കുന്ന ഭഗവാൻ അറിവിൻ്റെ തലമാണത്. ഈ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ദേഹം പ്രകൃതിയുടെ ഭാഗം. പ്രകൃതി എന്ന് പറഞ്ഞാൽ കാര്യമാണ്, ബ്രഹ്മം പുരുഷൻ കാരണമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കാര്യകാരണ സിദ്ധാന്തം പഠിച്ചു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ദേഹം എന്ന് പറയുന്നത് തന്നെ ഈശ്വരാംശമാണ്, ഇല്ലെങ്കിൽ ഈശ്വര ചൈതന്യത്തിൻ്റെ സ്ഥൂലമായ ഒരു പ്രകടനമാണ് എന്ന് മനസ്സിലാവും. ഇതിനാണത് എടുത്തു പറയുന്നത്. അപ്പം നമ്മൾ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെക്കുറിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നൊക്കെ പറയുമ്പം ഇത് ഓർമ്മിക്കണം. എന്തിൻ്റെ ആധാരത്തിലാണ്? ഈ ഒരു ആശ്രയമുണ്ട്, അത് ബ്രഹ്മമാണ്, അതിലാണ് ഇത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണം. അതിൻ്റെ ശേഷം പിന്നെ പറയുന്നു, ഭഗവാനിൽ എനിക്ക് ദോഷമില്ലാത്തതായ പ്രേമം ഉണ്ടാവണേ. എന്താണ് ഭഗവാനിലെ ദോഷമില്ലാത്തതായ പ്രേമം? ദോഷം ഫലകാംക്ഷ, ഫലാസക്തിയാണ് ദോഷം. എനിക്ക് ഇന്നത് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി സകാമമായിട്ടാണ് ഒരു പ്രാർത്ഥനയെങ്കിൽ അത് ശരിയായ പ്രാർത്ഥനയല്ല. കാരണം എനിക്ക് ഫലത്തിലാണ് ലക്ഷ്യം, അത് ദോഷമാണ്. അപ്പോൾ ഫലകാംക്ഷ എന്ന ദോഷം ഇല്ലാത്തതായ ഭക്തി വേണം. അതിനാണ് പരമപ്രേമം എന്ന് പറഞ്ഞത്. ഈശ്വരൻ മാത്രം, ഈശ്വരനിൽ ലയിക്കൽ, പൂർണ്ണമായിട്ട് ലയിക്കുക. ഈ അഹങ്കാരം ഉള്ളിടത്തോളം കാലം, ദേഹവുമായിട്ട് നമുക്ക് താതാത്മ്യം ഉള്ളിടത്തോളം കാലം ആഗ്രഹങ്ങൾ തന്നെയുള്ളൂ. നമ്മൾ എന്തിനെങ്കിലുമൊക്കെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കല്ലേ. അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലെത്താനുള്ള ഒരു ശ്രമമാണ് ഈ ആഗ്രഹം എന്ന് പറയുന്നത്. അതും കൂടി ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ, ഇതും കൂടി ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മന്ത്രമൊക്കെ ചൊല്ലും, പൂർണ്ണമത പൂർണ്ണമിതം എന്ന് മന്ത്രമൊക്കെ ചൊല്ലും. അത് ഒരു മുദ്രാവാക്യം വിളിക്കുന്ന പോലെ അങ്ങ് പോകുന്നുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഇവിടെ നിഷ്കാമ ഭക്തിക്ക് വേണ്ടി, നിസ്വാർത്ഥമായ ഭക്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ പ്രാർത്ഥന എന്തൊക്കെയാണ്. ഭാഗവത സപ്താഹം നടക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു കളി കാണാം. പറ നിറയ്ക്കല്, പല വസ്തുക്കൾ വെച്ച് നിറച്ചാൽ പല പല ഫലങ്ങളാണ്. പഞ്ചസാര നിറച്ചാൽ ഇന്നത് ഫലം, മഞ്ഞൾ നിറച്ചാൽ ഇന്നത് ഫലം, നെല്ല് നിറച്ചാൽ ഇന്നത് ഫലം. ഭാഗവതം പറയുന്നത് എന്തിനാണ്? നിഷ്കാമ ഭക്തിക്കാണ്. നമ്മൾ പലപ്പോഴും ലക്ഷ്യത്തിൽ നിന്ന് വളരെയധികം അകന്നു പോകുന്നുണ്ട് എന്നുള്ളത്. വരുമാനത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോന്നും ചെയ്യുന്നു. അത് വരുമാനത്തിനും കൂടിയാണ്, അതും കൂടി നമ്മൾ ആലോചിക്കാനുണ്ട്.
പക്ഷേ ഈ വക കെണിയിലൊന്നും ചെന്ന് കുടുങ്ങിപ്പോരുത്. നമ്മൾ ഭാഗവതം ശരിക്കും പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ആ തത്വത്തിലേക്ക് ഇറങ്ങി എന്താണ് ഇത് ശരിക്കും ലക്ഷ്യമാക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് എൻ്റെ പഠനം നീങ്ങുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഫലകാംക്ഷയില്ലാത്ത ഭക്തിക്ക് വേണ്ടിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അടുത്തത് വളരെ രസകരമായിട്ടുള്ളൊരു രൂപവർണ്ണനയുണ്ട്. ഭീഷ്മർ പറയുന്നു, തേർത്തട്ടിലിരുന്ന് ഭീഷ്മരും ശ്രീകൃഷ്ണനും കൂടി ഏറ്റുമുട്ടിയ രംഗം ഓർമ്മിക്കണം. എന്നിട്ട് പറയുന്നു, ഈ അമ്പ് കൊണ്ട് മുറിവ് പറ്റി, അങ്ങനെ ഭഗവാന്റെ ഒരു യുദ്ധഭാവം അല്ലേ, ഒരു ശത്രുവിനെ നേരിടുന്ന ഭാവം, അതിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, രക്തം പൊടിയുന്നുണ്ട്, ഒക്കെയുണ്ട്. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഭഗവാനെ, അതിന് ഞാൻ നമസ്കരിക്കണം. ആ രൂപത്തിന്, അതിൻ്റെ മനോഹാരിത ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ അതിൻ്റെ സൗന്ദര്യം കണ്ട് നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാൾ യുദ്ധത്തിന് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. യുദ്ധത്തിന് വരുമ്പോൾ ശത്രുവിനെയാണ് കാണേണ്ടത്. പക്ഷെ അവിടെ ഭീഷ്മർ കണ്ടത് ശത്രുവിനെ അല്ല, അവനവൻ്റെ ഭഗവാനെയാണ് കാണുന്നത്. ഭഗവാന്റെ യുദ്ധം ചെയ്യുന്ന രൂപം. ഇത് കുന്തിദേവിയുടെ സ്തുതിയിൽ നമ്മൾ കാണും. അവിടെ പല ക്ലേശങ്ങളും ദുഃഖങ്ങളും വന്നപ്പോഴും കുന്തിദേവിക്ക് അത് ഭഗവാന്റെ രൂപമായിട്ടാണ് കണ്ടത്. അപ്പോൾ അനുഭവങ്ങളോ ഇല്ലെങ്കിൽ വസ്തുക്കളോ കാണുമ്പോൾ ഈ വിധത്തിൽ കാണാനുള്ളൊരു കാഴ്ച അത് കിട്ടണം. മുമ്പ് പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സ് എപ്രകാരമാണോ അപ്രകാരമാണ് കാഴ്ചകളൊക്കെ. ഇപ്പോൾ ഒരാളെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ മനസ്സിൽ ഇഷ്ടമുള്ളിടത്തോളം കാലം ആ വ്യക്തിയെ നമുക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ മനസ്സിൽ ആ വ്യക്തിയോട് ഒരു അനിഷ്ടം തോന്നി തുടങ്ങിയാൽ നമുക്ക് ആ വ്യക്തി പിന്നെ വേണ്ടാത്ത ആളാവും. നമ്മളുടെ ഉള്ളിൽ ഈ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധക്കളത്തിൽ പോലും തൻ്റെ ശത്രുവിൻ്റെ സ്ഥാനത്ത് പോലും ഭഗവാനെ ഭഗവാനായിട്ട് കാണാനുള്ള ഭക്തി, അതൊരു വലിയ കാര്യമാണ്. കർമ്മത്തിലല്ല കാണുന്നത്, കർമ്മരംഗത്ത് ഭഗവാനെ കാണുക എന്നുള്ളത്, ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്താവുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ ഓഫീസിലോ വീട്ടിലോ റിലേഷനിലുള്ള പലയിടത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ മാറുമോ മാറില്ലേ എന്നുള്ളതല്ല പ്രശ്നം, അവനവന് മനസ്സമാധാനം ഉണ്ടാവും. നമുക്ക് എത്രത്തോളം മനസ്സമാധാനം ഉണ്ടാവും അത്രത്തോളം കർമ്മങ്ങളിൽ പൂർണ്ണതയുണ്ടാവും. അപ്പോൾ ഈ ഭക്തിയുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആധ്യാത്മികമായ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പം എന്താ കാര്യം എന്ന് വെച്ചിട്ട്, എൻ്റെ നിത്യജീവിതത്തിൽ ഇതിൻ്റെ ഗുണം എന്താണ്? ഇതാണ് ഗുണം. എൻ്റെ കാഴ്ചപ്പാട് മാറുന്നു, എൻ്റെ മനസ്സ് മാറുന്നു, എൻ്റെ ചിന്തകൾ മാറുന്നു, അതിനനുസരിച്ച് ഞാൻ കാണുന്ന ജീവിത സാഹചര്യങ്ങൾ, അതിൽ എൻ്റെ വ്യവഹാരം മാറി വരുന്നുണ്ട്. മറ്റുള്ളവർ നന്നാവട്ടെ എന്നല്ല, ഞാൻ നന്നാവട്ടെ. ഇത് നമുക്ക് ചിന്തിക്കാമല്ലോ. ഈ മാറ്റമാണ് വേണ്ടത്. അടുത്ത ഭാഗം പറഞ്ഞു, ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് ഭാഗങ്ങളാണ് പിന്നെ ഭീഷ്മർ പറയുന്നത്. ഞാൻ ഇതിൻ്റെ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഈ സ്തുതി മുഴുവൻ എടുത്ത് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണോ നമുക്ക് കിട്ടേണ്ടത് അതാണ് വേണ്ടത്. ഇവിടെ ഭീഷ്മർ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുമ്പോൾ സൈന്യങ്ങളൊക്കെ യുദ്ധസന്നദ്ധരായിട്ട് രണ്ടു ഭാഗത്തും വന്ന് നിരനിന്നു, കോലാഹലം ഉണ്ടായി, എല്ലാം ഉണ്ടായി. ആ സമയത്ത് അർജുനൻ ശ്രീകൃഷ്ണനും കൂടി യുദ്ധരംഗത്തേക്ക് വരുന്നു. നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്ന ഭാഗം, യുദ്ധരംഗത്തേക്ക് വന്നിട്ട് പറയുന്നു, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത എന്ന് അർജുനൻ പറയുന്നു. രണ്ട് സൈന്യങ്ങളുടെയും നടുക്കൻ്റെ രഥം കൊണ്ടുപോയി വെക്കൂ. അങ്ങനെ രഥം അവിടെ കൊണ്ടുവച്ചപ്പോഴാണ് അർജുനന് പ്രശ്നം ഉണ്ടായത്. രണ്ട് ഭാഗത്തേയും നോക്കിയപ്പോഴാണ് ഈ ആചാര്യന്മാരെയും ഗുരുവിനെയും പിന്നെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും എല്ലാം കണ്ട് ആദരിക്കപ്പെടേണ്ടവരെയൊക്കെ ശത്രുഭാഗത്തും കാണാൻ തുടങ്ങി. അർജുനൻ തളർന്നു പോയി എന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഭീഷ്മർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ഇവിടെ പറയുന്നു. അപ്പോൾ ഭീഷ്മർ പറയാണ്, ഇങ്ങനെ തേർത്തട്ടിൽ തളർന്നിരുന്നു പോയ അർജുനനെ ഉപദേശം കൊണ്ട് അങ്ങ് ഉണർത്തിയെടുത്തു. സാധാരണ അജ്ഞന്മാർക്കുണ്ടാകുന്ന അഹന്ത, മമത എന്നീ ദോഷങ്ങളെ നീക്കി ധർമ്മവീരന്മാരാക്കുവാൻ സമർത്ഥമായ ഗീതാശാസ്ത്രോപദേശത്താൽ അർജുനെ ഉപദേശിച്ചു. ഇതൊക്കെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കാര്യം,
അർജുനൻ നിൽക്കുന്നത് അപ്പുറത്തെ ഭാഗത്താണ്. ഭഗവാനും അർജുനനും കൂടിയാണ് ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഈ ബഹളത്തിൽ നിൽക്കുന്ന ഭീഷ്മർ എങ്ങനെ കേട്ടു? കാരണം ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ ഇന്ന സന്ദേശമാണ് അങ്ങ് അർജുനന് കൊടുത്തിരിക്കുന്നതെന്ന്. ഭീഷ്മർ കേട്ടിട്ടുണ്ട് പറയുന്നുണ്ട്, അല്ലാതെ അങ്ങനെ പറയില്ലല്ലോ ആ സമയത്ത്. ഇതെങ്ങനെ സംഭവിച്ചു? നമുക്കതിനൊരു ഉത്തരേ കാണാൻ പറ്റുള്ളൂ. ഭീഷ്മരുടെ മനസ്സ് എപ്പോഴും ഭഗവാനിലായിരുന്നു. ഒരു ഭക്തന്റെ മനസ്സ് ഏത് സാഹചര്യത്തിലും ഭഗവാനിലായിരിക്കണം. അതുകൊണ്ടാണ് ഭഗവാനും അർജുനനും കൂടി സംഭാഷണം ചെയ്ത് മുഴുവൻ കേട്ടത്. അതിൽ തന്നെ പലരും വിമർശകർ പറയുന്നത്, ഇത്രയും ബഹളത്തിൻ്റെ ഇടയ്ക്ക് അർജുനനോട് ഇത്രയും സമയം ഉണ്ടായോ സംസാരിക്കാൻ, ഈ ബഹളത്തിൽ പറഞ്ഞത് മുഴുവൻ അർജുനൻ കേട്ടോ എന്നൊക്കെ. അവർ ഇതിനൊരു ചരിത്രമായിട്ടൊരു സംഭവമായിട്ട് എടുത്തിട്ടായി പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഈ അന്തരംഗത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ ഉള്ളിലാണ് ഈ കുരുക്ഷേത്ര വാറ് നടക്കുന്നത്, അത് ഓർമ്മയില്ല. അപ്പോൾ ഒരു ഭക്തി, പൂർണ്ണമായ ഭക്തിയുള്ള ഒരു മനസ്സ് സദാസമയവും, നമുക്ക് ഇഷ്ടമുള്ള സമയമാണെങ്കിലും അനിഷ്ടമുള്ള സമയമാണെങ്കിലും സദാസമയവും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ട് തന്നെ അവിടുത്തെ സങ്കല്പങ്ങളുടെ ഭാഗമാണ് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാര്യം നോക്കണം. ഭഗവത്ഗീത ഉപദേശം ഭീഷ്മർ കേൾക്കാൻ എന്താ കാരണം? നമ്മളൊന്ന് ആലോചിക്കാനുള്ളത്, നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഈശ്വരനെ ഓർമ്മിക്കാറുണ്ടോ? കുരുക്ഷേത്രത്തിൽ നിന്ന് ഭീഷ്മർ ഭഗവത്ഗീത ഉപദേശം കേട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, വളരെ ക്ലേശകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ഈശ്വരനെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഭക്തരാണ്, ഇല്ലെങ്കിൽ ഭക്തരുടെ വേഷം കെട്ടിയവരാണ്, ഭക്തി ഉണ്ടാവാൻ ശ്രമിക്കുന്നവരാണ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അന്തരംഗത്തിൽ നടക്കുന്ന ഈ സംഭാഷണങ്ങളൊക്കെ അറിയണം. നമ്മുടെ ഉള്ളിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എപ്പോഴും അന്തർമുഖമായിട്ടുള്ള ഒരു ഭാവം നമുക്ക് വേണം, പുറത്തേക്ക് ഒഴുകുന്ന ഭാവമല്ല. ഉള്ളിൽ നടക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ടോ? അപ്പോഴേ ഈശ്വരനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവുള്ളൂ. എന്നിട്ട് പറയണു, ഭഗവാന്റെ കാരുണ്യം തന്നെ അപ്പോഴും പറയുന്നത്, ഭഗവാൻ ചീത്തപ്പേര് കേൾക്കാൻ തയ്യാറായി എനിക്ക് വേണ്ടിയിട്ടെന്ന്. എന്താ ചീത്തപ്പേരുണ്ടായത്? യുദ്ധത്തിൽ ഒരിക്കലും ആയുധമെടുക്കില്ല എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഞാൻ തേര് തെളിക്കുകയുള്ളൂ. പക്ഷെ ഭീഷ്മർ ഒരു ശപഥം ചെയ്തു, ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. അങ്ങനെ യുദ്ധസമയത്ത് അങ്ങനെ ഒരു സാഹചര്യമുണ്ടായി. അർജുനന് നിക്കക്കള്ളിയില്ലാതെ ചെയ്യുന്നു, ഭീഷ്മർ തുടർച്ചയായിട്ടുള്ള അറ്റാക്ക് കാരണം. അപ്പോൾ പിന്നെ ഭക്തനാണ്, അർജുനെ രക്ഷിക്കേണ്ട ചുമതല ഭഗവാനുള്ളത്. അപ്പോൾ പിന്നെ ഭഗവാന്റെ ശബ്ദം മാറ്റി. എവിടെ ശബ്ദം മാറ്റുന്ന കാര്യം നമ്മളിപ്പോൾ പറഞ്ഞതുള്ളൂ. ഭഗവാൻ ആയുധം എടുത്തിറങ്ങിയെന്നാണ്. ഭീഷ്മരിൽ നിന്നും അർജുനെ രക്ഷിക്കാനും ഭീഷ്മരോട് നേരിട്ട് ഏറ്റുമുട്ടാൻ. അങ്ങനെ ഭഗവാനും ഭീഷ്മരും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. അപ്പോൾ ഇവിടെ ഭീഷ്മർ അതിനെ നന്ദിപൂർവം ഓർമ്മിക്കുകയാണ്. ഒരു ഭക്തന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടിയിട്ട് അങ്ങ് ചീത്തപ്പേര് കേൾക്കാൻ തയ്യാറായി. കാണുന്നവർ വിചാരിച്ചു അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇറങ്ങിയതാണ്. പക്ഷേ എനിക്കല്ലേ അറിയുള്ളൂ, അത് എൻ്റെ പ്രാർത്ഥന സഫലമാക്കി തരാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങ് ഇറങ്ങിയത്. അപ്പോൾ ഭഗവാന്റെ പ്രവൃത്തിയിലും ഭക്തനോടുള്ള കാരുണ്യമാണ് ഒരു ഭക്തൻ കാണുന്നത്. ഇവിടെ തന്നെ പറഞ്ഞു അങ്ങ് യുദ്ധം ചെയ്യുന്നതായിട്ട് നടിച്ചു എന്നാണ്. അത് ഭഗവാൻ വിചാരിച്ചാലുണ്ട് ഭീഷ്മരില്ലാണ്ടൊക്കെ അല്ലേ, ഒരു പ്രശ്നമില്ല. പക്ഷെ യുദ്ധം ചെയ്ത് ഇങ്ങനെ ഒരു സീനൊക്കെ ഉണ്ടാക്കി അവിടെ. ഇതൊക്കെ ഈ ചിത്രം വരയ്ക്കുന്നത് വ്യാസമഹർഷി ആണ്. ഈ ചിത്രമൊക്കെ വരയ്ക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. വാക്കുകളെ കൊണ്ടുള്ള ചിത്രം ഇതിനകത്തു മുഴുവൻ ഇത്തരം സന്ദേശങ്ങൾ ഒരുപാട് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ ഇതുപോലെ ജീവിത യുദ്ധത്തിൽ നല്ല ഘോരമായ യുദ്ധം, ചിലപ്പോൾ നമുക്ക് തോന്നും ഈശ്വരൻ നമുക്ക് എഗെയിൻസ്റ്റ് ആണല്ലോ, എന്ത് വിചാരിച്ചാലും ഓപ്പോസിറ്റ് ഫലങ്ങളോ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുമ്പോൾ ഇതും കൂടി ആലോചിക്കണം. ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് കുറച്ചു കാലം ഉണ്ടാവും, പക്ഷേ അത് ഈ അനുഭവമായിട്ടും വന്നു ചേരുന്നത് ഭഗവത് കാരുണ്യം തന്നെയാണ്. ഇതാണ് ഭീഷ്മരുടെ ഭക്തിഭാവം.
ഭക്തദാസനാണെന്നാണ്. അപ്പം നമ്മളുടെ സങ്കല്പങ്ങളാണ് ഭഗവാൻ യാഥാർത്ഥ്യമാക്കി തരുന്നത്. ഭീഷ്മരുടെ സങ്കല്പം അങ്ങനെയായിരുന്നു, അങ്ങനെയാക്കി കൊടുത്തു. ഹിരണ്യകശിപുവിനുണ്ടായിരുന്ന സങ്കല്പം, മരണത്തിനെ കുറിച്ചൊരു സങ്കല്പം ഉണ്ടായിരുന്നു. മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, പകല് കൊല്ലരുത്, രാത്രി കൊല്ലരുത്, ആയുധം ഉപയോഗിക്കരുത്, തറയിൽ വെക്കരുത്, ഇങ്ങനെ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അതെല്ലാം സാധിച്ചു കൊടുത്തു. ഭക്തിയുടെ വേറൊരു രൂപമാണ് അവിടെ കാണുന്നത് എന്നുള്ള. അപ്പം നമ്മൾ ഓർമ്മിക്കാനുള്ളത്, നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ ദൃഢമായ സങ്കല്പങ്ങളുണ്ടോ അതൊക്കെ തന്നെ ഭഗവാൻ സാധിച്ചു തരുന്നു എന്നുള്ളതാണ്. അവിടെ ഭഗവാന് പിന്നെ എൻ്റെ പേരാരെങ്കിലും മോശം പറയും അങ്ങനെയൊന്നും ഭഗവാൻ അങ്ങനെ ഇല്ലല്ലോ. അഹങ്കാരം ഉള്ളവർക്കാണ് ഈ നല്ലതും ചീത്ത എന്നുള്ളതൊക്കെ. ഇവിടെ അങ്ങനെയല്ല. നമ്മളുടെ ഒരു സങ്കല്പം ദൃഢമാണെങ്കിൽ പ്രകൃതി അതുപോലുള്ള അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കും. യോഗവാസിഷ്ടമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഒരു ഭക്തൻ എന്ന നിലയിൽ നമുക്കെപ്പോഴും വേണ്ടത് ഇങ്ങനത്തെ കാഴ്ചപ്പാടുകളാണ്. നമ്മളായിട്ട് ഭഗവാനെ നന്നാക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഓൾറെഡി നല്ലതാണ്. നമ്മൾ നന്നാവുക എന്നുള്ള, ഭഗവാന്റെ നന്മയിൽ നിന്ന് ഇല്ലെങ്കിൽ ഭഗവത് ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നന്നാവുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. ഇതൊക്കെയാണ് ഭീഷ്മരുടെ സ്തുതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഭഗവാൻ അങ്ങനെ ഭക്തരെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും ഭഗവാൻ ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തില്ല. ഇപ്പോൾ ഒരു അപകടം ഉണ്ടായി, ഒരാൾ മരിച്ചുപോയി. അപ്പം രക്ഷപ്പെട്ട ആൾ പറയും, ഓ എന്നെ ഗുരുവായൂരപ്പൻ രക്ഷിച്ചു, എന്നെ ഭഗവതി രക്ഷിച്ചു. ഈ പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ പറയുന്നത്? അയാളെ ഭഗവാൻ രക്ഷിച്ചില്ല എന്നാണ്. അപ്പം അങ്ങനെ ഭഗവാൻ ഒരു പാർട്ടിയുടെ ഭാഗമാക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അത് ഭക്തിയല്ല, അറിവില്ലായ്മയാണ്. എന്താണോ സങ്കല്പിച്ച് സംഭവിച്ചത് അത് സംഭവിച്ചു, അങ്ങനെയൊക്കെ സംഭവിച്ചു, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഒരു ഭക്തന്റെ ഭാവം. ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പലപ്പോഴും ഭക്തിയുടെ പേരിൽ പോലും പരസ്പരം പോരടിക്കുന്നവരാണ്. അല്ല, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു എന്താ പറയുക, ഒരു ക്ഷേത്ര കമ്മിറ്റി ആവട്ടെ, അല്ലെങ്കിൽ സൊസൈറ്റി ആവട്ടെ, കുടുംബത്തിലെ കാര്യങ്ങളാവട്ടെ, കുടുംബക്ഷേത്രങ്ങളിലെ കാര്യങ്ങളാവട്ടെ, ആരാധനയുടെ പേരിലും ഇങ്ങനെയൊക്കെ ആയിട്ട് പലതും പറഞ്ഞ് പോരടിക്കുന്ന, നമ്മളൊരു ഭക്തനായിട്ട് മാറുന്നുണ്ടോ, ആധ്യാത്മികമായിട്ട് ഉയരുന്നുണ്ടോ എന്നൊക്കെ അറിയണം. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. ചിലപ്പം ചില സമയത്ത് ഒക്കെ നമ്മൾ പെട്ടെന്ന് തെറ്റായ തീരുമാനങ്ങളിൽ പ്രതികരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ പിന്നെ നമുക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ തിരുത്തണം. എപ്പോഴും നമുക്ക് നോക്കാനുള്ളത് നമേ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ ഗ്യാരണ്ടി ഉണ്ട്, എൻ്റെ ഭക്തൻ ഒരിക്കലും നാശമില്ല എന്നുള്ള. അതെപ്പോഴും ഓർമ്മിക്കണം. ഭഗവാനിൽ ലയിക്കാനുള്ള ശ്രമമാണ് ഭക്തി. ഭക്തിയുള്ളവൻ ഭക്തൻ. അപ്പം അങ്ങനൊരു ശ്രമം നടത്തുന്നവന് നാശമില്ല എന്നാണ്. എന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാർ മരിക്കുന്നില്ലേ ചോദിച്ചാൽ അത് നാശമല്ല, ദേഹത്തിൻ്റെ നാശമാണത്. അതാദ്യം പറഞ്ഞല്ലോ, പ്രകൃതിയുടെ ഭാഗമാണ്. സൃഷ്ടിസ്ഥിതി ലയം എന്നുള്ള പ്രകൃതിയുടെ ഭാഗമാണ്. അത് ഭക്തനായാലും ആരായാലും അതുള്ളതാണ്. പക്ഷെ ആ ചൈതന്യത്തിന് നാശമില്ല. ആ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. അപ്പോൾ ഈ ഭഗവത് വാത്സല്യം നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നമ്മളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഭഗവാൻ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യം സാധിക്കണമെങ്കിൽ, ജീവിത ലക്ഷ്യം എന്താണ്? മോക്ഷമാണ്. അപ്പം മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം മനോഭാവം. ഭീഷ്മരുടെ സ്തുതിയിൽ ഈ വാക്ക് എടുത്തു പറയുന്നുണ്ട്. മുമുക്ഷുവായ എനിക്ക് അന്ത്യകാലം വന്നപ്പോൾ, മുമുക്ഷു എന്ന് പറയുന്നുണ്ട്. മോക്ഷേച്ഛുവായ എനിക്ക് എൻ്റെ അന്ത്യകാലം വന്നു എന്ന് പറഞ്ഞു. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഒരു മോക്ഷേച്ഛുവിൻ്റെ അന്ത്യകാലം എപ്പോഴും ദേഹബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്കുള്ള മാറ്റമാണ്. ധ്യാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥിതി ഈ പ്രാർത്ഥന. ആ വിധത്തിൽ മോക്ഷേച്ഛുവാകുന്ന വിധത്തിൽ വേണം ആധ്യാത്മികമായ സാധനകളും പഠനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം. ഭീഷ്മരുടെ തലത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് അവിടെ ഒരു കാര്യം പറഞ്ഞു, സ്വർഗത്തിൽ ഇരിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കാണുന്നു. സ്വർഗമല്ല, വൈകുണ്ഠം. വൈകുണ്ഠത്തിൽ ഭഗവാനോട് ചേർന്നിരിക്കുന്ന ഭഗവാനെ പോലെയുള്ള കുറേ ആൾക്കാർ. ആരാണ് അവർ? കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ചവരാണ്.
ഈ യുദ്ധത്തിൽ മരിച്ചവർ ഭഗവാന്റെ സ്വരൂപം പോലെയുള്ള സ്വരൂപം അതോടുകൂടി വൈകുണ്ഠത്തിലിരിക്കുന്നത് കാണുന്നു എന്നാണ്. നമുക്ക് ന്യായമായിട്ടൊരു സംശയം വരുന്നത്, ഭീഷ്മർ ഇതുവരെ പോയിട്ടില്ല ഇവിടുന്ന്, പിന്നെ ഇങ്ങനെ വൈകുണ്ഠത്തിലിരുന്ന കാഴ്ച കാണുന്നു എന്നുള്ള. അപ്പോഴാണ് നമുക്ക് അറിയുന്നത് ഭീഷ്മർ ഈ ദേഹത്തിലുള്ള കണ്ണ് എന്ന അവയവം കൊണ്ടല്ല കാണുന്നത്, ധ്യാന രൂപത്തിൽ എത്തിപ്പെട്ട സ്ഥലത്തിനെ കാണുകയാണ്, അല്ലെങ്കിൽ എത്തിപ്പെടാൻ പോകുന്ന സ്ഥാനം. അത് മുമ്പ് പറയുകയും ചെയ്തു, അവസാന നിമിഷം എന്താണോ ചിന്തയുണ്ടായത്, ഇല്ലെങ്കിൽ എന്താണോ മുന്നിൽ കണ്ടത്, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം എന്ന്. അപ്പം യുദ്ധത്തിൽ വധിക്കപ്പെട്ട പലരും ശ്രീകൃഷ്ണ രൂപം കണ്ടുകൊണ്ടാണ് ഈ ദേഹത്തു നിന്ന് വിട്ടുപോയത്. അവരറിഞ്ഞോ അറിയാണ്ടോ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ബോധപൂർവം നോക്കിയോ ഇല്ലയോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ വൈകുണ്ഠത്തിലിരിക്കണേ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാന നിമിഷം ശ്രീകൃഷ്ണ ദർശനത്തോടു കൂടി പോയതുകൊണ്ടാണ് അത് സാധിച്ചത്. അത് ആ ഒരു സാഹചര്യം ഇതാ എനിക്കും വന്നിരിക്കണോ, ഞാനും ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഇവിടം വിടാൻ പോകുന്നത് എന്ന് പറയണം. ഇങ്ങനെ ഒരു മനോഭാവത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിരന്തരമായ ഈശ്വര സ്മരണ. അവസാന സമയത്തൊന്ന് ഓർത്ത് കളയാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് പാകപ്പെടാനുണ്ട്, നിരന്തര പരിശീലനമുണ്ട്. പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ട്രെയിനിങ് അല്ല. അപ്പോൾ ഈ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പറഞ്ഞ പോലെ അത് പറച്ചിൽ മാത്രം ആവരുത്. സർവത്ര ഗോവിന്ദനാമത്തിനെ കാണണം, കേൾക്കണം, മനസ്സങ്ങനെ ആയി വരണം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈശ്വരനാണെന്ന് അറിയുമ്പോഴേ മരണം പോലും ഈശ്വരീയ ശക്തിയുടെ ഒരു പ്രകടനമാണ് എന്നുള്ള. കാരണം ഉപനിഷത്തിൽ പറയും മൃത്യുവിന് സാക്ഷിയാവുക പറയും. അങ്ങനെ മൃത്യുവിന് സാക്ഷിയാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഭക്തിയുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ വക തലത്തിലേക്ക് ഉയരണം എന്നുള്ളത് പറഞ്ഞു. അവസാനമായിട്ട് ഭീഷ്മർ പറയുന്നു, എനിക്ക് രൂപഭേദ നിമിത്തമുള്ള നാനാത്വ ബുദ്ധി തീരെ നശിച്ച് ഭഗവാനെ പ്രാപിച്ചിരിക്കുന്നു. പ്രാപിക്കാൻ സഹായിക്കണേ, എന്നെ അവിടെ എത്തിക്കണേ എന്ന് പ്രാർത്ഥനയൊന്നുമല്ല, കൺഫേമാണ്, പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെ? നാനാത്വ ബുദ്ധി നശിച്ചപ്പോൾ, വേറെയാണ് എന്നുള്ള ബുദ്ധി നശിക്കുന്നതിനാണ് നാനാത്വ ബുദ്ധി നശിക്കുക. ഏകത്വം ഉണ്ടാവുക. എങ്ങനെയാണ് നാനാത്വ ബുദ്ധി ഉണ്ടാവുക? നമ്മുടെ ഉപാധി ബന്ധം കൊണ്ടാണ് നാനാത്വ ബുദ്ധി എന്ന് പറയുക. ഉപാധി പറഞ്ഞ ശരീരം. അപ്പോൾ ഈ ശരീരത്തിൽ ഞാൻ, ആ ശരീരത്തിൽ അവൻ, മറ്റേ ശരീരത്തിൽ അവൾ, ഇന്നൊക്കെ ഇങ്ങനെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് നാനാത്വ ബുദ്ധി ഉണ്ടാവുക. എല്ലാം വേറെ ആയിട്ട് കാണുക. നാനാത്വ ബുദ്ധി ഉള്ളിടത്ത് ഏകത്വമില്ല. ഏകത്വമില്ലാത്തയിടത്ത് സന്തോഷമില്ല, ആനന്ദമില്ല, ഈശ്വരപ്രാപ്തിയില്ല. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നാനാത്വ ബുദ്ധി നശിച്ച ഞാൻ ഈശ്വരനിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈശ്വരനിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതുവരെ ശരീരം വിട്ടിട്ടില്ല. ഞാൻ പോകുന്നു എന്ന് അതിൻ്റെ ശേഷമാണ് പറഞ്ഞത്, ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നു എന്ന്. ഓർമ്മിക്കേണ്ട കാര്യം, നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴോ, ക്ഷേത്ര ആരാധനയിൽ വിവിധമായ ഈശ്വര രൂപങ്ങളും ആരാധന വിധികളൊക്കെ ഉണ്ട്. ഒരേ ക്ഷേത്രത്തിൽ തന്നെ പല ഈശ്വരന്മാരുണ്ട്. പക്ഷേ പല ഈശ്വരന്മാരുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് നാനാത്വ ബുദ്ധിയാണ്. അത് നയിക്കുന്നില്ല മുന്നോട്ട്. പല രൂപത്തിലും ഞാൻ കാണുന്നത് ഏകമായിരിക്കുന്ന ഈശ്വര തത്വത്തെയാണ് എന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ശരിയായ പ്രാർത്ഥനയാണ്. അല്ലാതെ ഗണപതി വേറെ, മുരുകൻ വേറെ, ശിവൻ വേറെ, ഗുരുവായൂരപ്പൻ വേറെ, ഇവർ തമ്മിൽ അടിയാണ്, വിഷ്ണുവിന് ഉപയോഗിക്കുന്ന സാധനം ശിവന് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന, അങ്ങനെ വിചാരിക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഈശ്വര തത്വത്തിനെ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഈ മാറ്റം നമ്മൾക്കുണ്ടാവണം. ഏകത്വത്തിലേക്ക് എത്തുക, നാനാത്വ ബുദ്ധി ഇല്ലാതെ ആവുക എന്നുള്ളത്, അത് അറിവിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ അങ്ങനെ ആവുള്ളൂ. ആ തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭീഷ്മസ്തുതി നമ്മളോട് എടുത്തു പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നിട്ട് പറയണു, ഈ ഏകത്വത്തിൽ എൻ്റെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ മർത്യ ശരീരം ഇതാ ഉപേക്ഷിക്കുന്നു. ഇതാണ് അവസാനം പറയുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പേ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭീഷ്മർ, ഇനി ഈ ശരീരം കൊണ്ട് ഉപയോഗമില്ല, അത് ഛിന്ന ഭിന്നമാവേണ്ട സമയമായി, ഞാൻ ഉപേക്ഷിക്കുന്നു. ഇതാണ് ഇച്ഛാമൃത്യു ആവുക.
ഇത് നമുക്കൊക്കെ സാധിക്കാവുന്ന ഒരു സിദ്ധിയാണ്. അതുകൊണ്ടാണ് നമ്മളോടിത് പറഞ്ഞത്. അല്ലാതെ ഇപ്പം ഒരു യുദ്ധക്കളത്തിൽ ഒരാൾ അമ്പ് കൊണ്ട് കിടന്നു കുറേ കാലം കഴിഞ്ഞ് മരിച്ചുപോയി, നമുക്കത് കേട്ടിട്ടൊരു കാര്യമില്ല. എന്നിലെ ഭീഷ്മരെ ഞാൻ ഉണർത്തുന്നുണ്ടോ, ആ തലത്തിലേക്ക് എത്തുന്നുണ്ടോ? ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ വൈകുണ്ഠത്തിൽ എത്തുന്നുണ്ടോ? ഇതാണ് ചിന്തിക്കാനുള്ളത്. അങ്ങനെ എത്താൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഭീഷ്മരെ ഒരു നിമിത്തമാക്കി വെച്ചുകൊണ്ട് വ്യാസമഹർഷി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതാണ് ഭീഷ്മസ്തുതിയുടെ അകത്തു നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ.